സംഭവം ഹാപ്പിയാണ്. ചങ്ങാതിമാരാണ്, ചാലക്കുടിക്കാർ മുത്താണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ഈ ശരവണ ഭവൻ ഹോട്ടലിന്റെ മുന്നിലാണ്. ചാലക്കുടി നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റുള്ള ശരവണ ഭവൻ ഹോട്ടലിലെ മുന്നിലാണ് കണ്ടത്. എല്ലാവരും കൂടി ചേർന്ന് ഒരു പേഴ്സും കുറെ ചേട്ടന്മാരും കൂടി പിടിച്ചിട്ടുണ്ട്. ശരവണ ഹോട്ടലിലെ മുതലാളി ഉണ്ട്, തൊട്ടപ്പുറത്ത് നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഭാരവാഹിയായിട്ട് രാജേഷൻ ഉണ്ട്. പിന്നെ രണ്ടുപേര് ഗുരുവായൂർ സ്വദേശികളാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരവണ ഭവൻ ഹോട്ടലിൽ ഒന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പേഴ്സ്, വിലപിടിപ്പുള്ള രേഖകളടക്കം അടങ്ങുന്ന പേഴ്സ്, ആ പേഴ്സും അതുപോലെ തന്നെ ധാരാളം പൈസ ഉണ്ടായിരുന്നു. അത് ഈ ഹോട്ടലിൽ വെച്ച് മറന്നു. അത് കിട്ടിയത് ഇവിടുത്തെ മുതലാളിക്ക് തന്നെയായിരുന്നു. ഇതിൽ ഏറ്റവും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സ് നഷ്ടപ്പെട്ടവർ അറിഞ്ഞില്ല. സംഗതി ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞ് ഇതിന്റെ ഓണർ ചെന്നപ്പോഴാണ് അത് ആ പേഴ്സിന്റെ അകത്തുനിന്ന് ഇവരുടെ ID പ്രൂഫ് കിട്ടിയത്. അപ്പൊ ഇവര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ പേഴ്സ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം മനസ്സിലായത്. കമ്പനിയുടെ ആവശ്യത്തിനായിട്ട് ബോട്ടിലിന്റെ പ്രീഫോം എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാനായിട്ട് കയറി. രാവിലെ ബാത്റൂമിലൊന്ന് പോയി. അപ്പോൾ പേഴ്സ് ബാത്റൂമിൽ പോയ സമയത്ത് അവിടെ വെച്ചും മറന്നുപോയി. പിന്നെ ഞങ്ങളിപ്പോൾ പോണ വഴിക്കാണ് വിളിച്ചതാണ്. ഞങ്ങൾ പ്രീഫോം ഒക്കെ എടുത്ത് ഞങ്ങൾ പുതുക്കാട് വരെ എത്തി. അപ്പോഴാണ് വിളി വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് എടുക്കാനായിട്ട് കൊണ്ട് വന്നതാണ്. പൈസ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. ഇന്നലത്തെ കളക്ഷന്റെ പൈസകൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ID പ്രൂഫുകൾ കംപ്ലീറ്റ് ഉണ്ട്, വിസിറ്റിംഗ് കാർഡ് ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ള പൈസ ആയിരുന്നു. ഇത് രാവിലെ ഒരു ഭക്ഷണം കഴിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ബാത്റൂമിൽ പോയി. അവർ ബാത്റൂമിൽ പേഴ്സ് വെച്ചിട്ട് ഒരു വേറെ പൈസയും കൊടുത്ത് ഒരു ബില്ല് പേ ചെയ്തിട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് ബാത്റൂമിൽ പോയപ്പോൾ പേഴ്സ് അവിടെ ഉണ്ട്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ 2 മണിക്കൂറോളം വെച്ചു വരും എന്നുള്ള രീതിയിൽ തുറന്നു നോക്കിയില്ല. തുറന്നു നോക്കാണ്ട് പിന്നെ എനിക്ക് പേടിയായി. പൈസയൊക്കെ കുറേ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സെക്രട്ടറി രാജേഷിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഞാനിങ്ങനെ പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ് അവർ പേഴ്സൊക്കെ തുറന്നു നോക്കി. അവരുടെ നമ്പർ ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ഇവരെടുത്ത് ഫോൺ എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു ഗുരുവായൂരുള്ളതാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് പേഴ്സ് മേടിക്കാനായിട്ട് വന്നത്. എന്തായിരുന്നാലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ പേഴ്സ് ശ്രദ്ധിക്കുക. പിന്നെ ചാലക്കുടിയിലായ കാരണം കൊണ്ട് ഈ പേഴ്സ് തിരിച്ചു കിട്ടി. ചാലക്കുടിക്കാർ എന്നും ചങ്ങാതിമാരാണ്, ചങ്ങാതിമാരുടെ നാടാണ് ചാലക്കുടി എന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഈ ഹോട്ടലിലെ ഓണർക്കും അതുപോലെ തന്നെ ഈ പേഴ്സ് എടുത്ത് കൊടുത്ത ആളുകൾക്കൊക്കെ തന്നെ പ്രത്യേക അഭിനന്ദനം. പേഴ്സ് ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിൽ വിലപിടിപ്പുള്ള സംഭവങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ചാലക്കുടിക്കാരെ പോലെ നന്മയുള്ളവരാകണമെന്നില്ല. നന്ദി, നമസ്കാരം.